പരിശുദ്ധമായ ഖുർആനിലെ പ്രഥമമാകുന്ന സൂക്തമാണ് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയിലെ ആദ്യത്തെ ആയത്തിലൂടെ തന്നെ അല്ലാഹു പഠിപ്പിക്കുന്നു അല്ലാഹു ആരാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫാത്തിഹ സൂറത്ത്. ആ ഫാത്തിഹ സൂറത്ത് പഠിക്കുന്നവനറിയാം ഈ ലോകത്ത് മുസ്ലിം അഥവാ ഇസ്ലാം വിഭാവനം ചെയ്യുന്നതാകുന്ന പ്രത്യയ ശാസ്ത്രം എന്താണെന്ന് അതോടുകൂടി തന്നെ തിരിയുകയാണ്. ഫാത്തിഹ സൂറത്ത് ഇപ്രകാരമാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. ഇതാണ് സൂറത്തുൽ ഫാത്തിഹ, പരിശുദ്ധമായ ഖുർആനിലെ പ്രഥമ സൂക്തം, ആദ്യ സൂക്തം. ഒരു മുഅ്മിനായ അടിമ ദിവസം 17 പ്രാവശ്യം നിർബന്ധമായി പാരായണം ചെയ്യൽ അവന്റെ മേൽ നിർബന്ധിക്കപ്പെടുന്ന സൂക്തവും സൂറത്തുൽ ഫാത്തിഹയാണ്. ശ്രദ്ധിക്കണം, ഞാനീ പറയുന്നത് ഓരോ പോയിന്റുകൾ പറഞ്ഞു പോവാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പിന്നീട് റിപ്പീറ്റ് ചെയ്യുകയില്ല. നല്ല ശ്രദ്ധയുണ്ടെങ്കിലേ തിരിയുകയുള്ളൂ. ഒരു മുഅ്മിനായ അടിമ, ഒരു മുഅ്മിനത്തായ സഹോദരി ഒരു ദിവസം 17 പ്രാവശ്യം പാരായണം ചെയ്യൽ നിർബന്ധമായ സൂക്തമാണ് സൂറത്തുൽ ഫാത്തിഹ. അഥവാ 5 വഖത്ത് നമസ്കാരത്തിൽ 17 റക്അത്തുകളാണ്. ഓരോ റക്അത്തുകളിലും ഫാത്തിഹ ഓതിയിരിക്കണം. ശ്രദ്ധിക്കണേ, അറിവാണ് ഈ പറയുന്നത്. ഇമാം മോദനം, മഅ്മൂം മോദനം. ഇമാമിനോട് നേരത്തെ തന്നെ തുടരുന്ന വ്യക്തിക്കാണ് മഅ്മൂം എന്നുള്ള അറബി പദം ഉപയോഗിക്കുക. ഇത് നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇമാമിനോട് നേരത്തെ തുടർന്നതാകുന്ന മഅ്മൂമും ഫാത്തിഹ സൂറത്ത് ഓതണം, ഇമാം ഓതണം. മല്ലം യഖറഉ ബിഫാത്തിഹത്തിൽ കിതാബി ലാ സ്വലാത ല ശഫീഉനാ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകൻ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഫാത്തിഹ സൂറത്ത് ഓതാത്തവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല, അല്ലാഹു കബൂലാക്കുകയില്ല. ഈ ഹദീസ് പിടിച്ചുകൊണ്ടാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവും അവിടുത്തെ സ്വഹാബും ഏറ്റവും കൂടുതൽ മുഖ്താറായി തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇമാമാകുന്ന വ്യക്തിയും ഇമാമിനോട് പിന്തുടരുന്ന മഅ്മൂമും ഫാത്തിഹ സൂറത്ത് പരിപൂർണമായി ഓതൽ നിർബന്ധമാണ്. ഓതിയെങ്കിലേ അവരുടെ നമസ്കാരം സ്വഹീഹ് ആവുകയുള്ളൂ, ശരിയാവുകയുള്ളൂ. ഇത് പഠിക്കണം നമ്മൾ. അതുകൊണ്ടാണ് പല ആളുകളും നമസ്കാരത്തിൽ അശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട്. പലരും ഇതുവരെ ശ്രദ്ധിക്കാത്ത ചില കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. മഅ്മൂം എന്ന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്. കാരണം തറാവീഹ് നമസ്കാരത്തിൽ മിക്ക സഹോദരങ്ങളും ഫാത്തിഹ സൂറത്ത് ഓതുന്നില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. വളരെ ശ്രദ്ധിക്കണം. സ്ത്രീകളുടെ കാര്യമല്ല, കാരണം അവരധികവും വീട്ടിലാണ് നമസ്കരിക്കുക. ഇനി അഥവാ ജമാഅത്തിൽ തന്നെ നമസ്കരിച്ചാൽ തന്നെ, അവരുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ തന്നെ ജമാഅത്തായി നമസ്കരിച്ചാൽ തന്നെ സഹോദരിമാര് ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ് ഫാത്തിഹ സൂറത്ത് ഓതണം. സൂറത്ത് ഓതിയില്ലെങ്കിലും ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. വളരെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ എന്തു ശരിയാവൂല? നമസ്കാരം ശരിയാവുകയില്ല. മസ്ബൂക്കായ വ്യക്തിയുടെ കാര്യമല്ല ഈ പറഞ്ഞത്. മസ്ബൂക്ക് മഅ്മൂമ് രണ്ടും രണ്ടാണ്. മസ്ബൂക്ക് എന്ന് പറഞ്ഞാൽ പിന്തിത്തുടർന്ന ആളാണ്. നേരത്തെ തുടരാൻ പറ്റിയില്ല. ഇമാമിന്റെ നമസ്കാരം തുടങ്ങി, ഇമാം റുക്കൂഇലേക്ക് എത്തുമ്പോൾ ഓടി വന്നിട്ട് നമസ്കരിക്കുന്നവൻ, അവന് ചിലപ്പോൾ ഒരുപക്ഷേ ഫാത്തിഹ സൂറത്ത് ഓതാൻ സാധിക്കൂല. കൈ കെട്ടുമ്പോൾ തന്നെ ഇമാം റുക്കൂഇലേക്ക് എത്തി. അവൻ വേഗം തന്നെ റുക്കൂഇലേക്ക് വന്ന് സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്ന് ഒരു പ്രാവശ്യം പറയലോടുകൂടി ആ റക്അത്ത് അവന് കിട്ടും. അവൻ എന്ത് നിർബന്ധമില്ല, ഫാത്തിഹ ഓതേണ്ടതില്ല. അവന്റെ ഫാത്തിഹ ഇമാം വഹിച്ചുകൊള്ളും. ഇതൊരു മസലയാണ് ഈ പറഞ്ഞത്. അപ്പം മസ്ബൂക്കല്ലാത്ത അഥവാ പിന്തുടരാത്തതാകുന്ന ആള്, നേരത്തെ തുടർന്നതാകുന്ന ആളാകുന്ന മഅ്മൂമും
ഇമാമും എന്ത് നിർബന്ധമാണ്? ഫാത്തിഹ സൂറത്ത് ഓതൽ നിർബന്ധമാണ്. ഇതേപോലെ തന്നെ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നവൻ, മുൻഫരിദാകുന്ന വ്യക്തി, ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സഹോദരി, അവളും എന്തോതിയേ പറ്റൂ? ഫാത്തിഹ സൂറത്ത് ഓതിയേ പറ്റുള്ളൂ. ഒരു ദിവസത്തിൽ 17 റക്അത്താണ് 5 വഖത്തിലൂടെ നമസ്കരിക്കുന്നത്. അങ്ങനെ നമസ്കരിക്കുന്ന സഹോദരനും സഹോദരിയും എത്ര പ്രാവശ്യം ഓതുന്നുണ്ട് ഫാത്തിഹ? 17 പ്രാവശ്യം അവർ പാരായണം ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയാതെ, നമ്മൾ അറിയുന്നില്ല. 17 പ്രാവശ്യമാണ് ഡെയിലി നമ്മൾ ഫാത്തിഹ ഓതുന്നത്. ആ ഫാത്തിഹ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു അല്ലാഹു ആരാണ് എന്നുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാവാരിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാനിതാ ആരംഭിക്കുന്നു. ഇതാണ് ബിസ്മിയുടെ അർത്ഥം. ഒരർത്ഥമാണ് ഈ പറഞ്ഞത്. പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. അപ്പൊ അള്ളാഹു ആരാണ്? റഹ്മാൻ റഹീം എന്ന വിശേഷണം കൊണ്ട് ഉത്കൃഷ്ടനായ വ്യക്തിയാണ് അള്ളാഹു. എന്താണ് റഹ്മാന്റെ അർത്ഥം? ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ അർ റഹ്മാൻ. അർ റഹീം, ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് മാത്രം നാളെ പ്രത്യേകമായി ആഖിറത്തിൽ ഗുണം ചെയ്യുന്നവൻ അർ റഹീം. രണ്ടിന്റെയും അർത്ഥം രണ്ടാണ്. ഏകദേശ ലഫ്ളുകൾ ഒരേ മോഡലാണെങ്കിലും രണ്ടിന്റെയും അർത്ഥങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇത് ഒരർത്ഥമാണ് ഈ പറഞ്ഞത്. ധാരാളം അർത്ഥങ്ങൾ ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ല തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമ്മൾ സാധാരണ മദ്രസയിൽ പഠിക്കുന്ന ഒരു അർത്ഥമാണ് ഈ പറഞ്ഞത്. റഹ്മാൻ, ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ. അർ റഹീം, ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് മാത്രം അള്ളാഹുവിനെ അനുസരിച്ച് തഖ്വ വെച്ച് ജീവിക്കുന്നതാകുന്ന മുഅ്മിനീങ്ങൾക്ക് മുഅ്മിനാത്തുകൾക്ക് നാളെ ആഖിറത്തിൽ പ്രത്യേകമായി ഗുണം ചെയ്യുന്നവനാകുന്ന തമ്പുരാൻ. അള്ളാഹുവിനെ നമ്മൾ പരിചയപ്പെട്ടു. അള്ളാഹു റഹ്മാനാണ്, റഹീമാണ്. എത്രയോ നാമങ്ങൾ അള്ളാഹുവിനുണ്ട്. നമുക്കറിയില്ലേ അള്ളാഹുവിന് എത്ര നാമങ്ങളുണ്ട്? 99 മഹത്തായ നാമങ്ങളുണ്ട്. അത്ര പരിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ അള്ളാഹു വിവിധ സൂറത്തുകളിൽ വിവിധ ആയത്തുകൾ അള്ളാഹു ഓർമ്മപ്പെടുത്താൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു الملك القدوس السلام المؤمن المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. അല്ലാഹു ഖുദ്ദൂസാണ്, അവൻ പരിശുദ്ധനാണ്. അസ്സലാം, അവൻ രക്ഷകനാണ്. അൽ മുഅ്മിൻ, അവൻ നിർഭയത്വം നൽകുന്നവനാണ്. അൽ മുതകബ്ബിർ, അവൻ അഹങ്കാരിയുമത്രേ. ഇതൊക്കെ റബ്ബിന്റെ വിശേഷണങ്ങളാണ്. മുതകബ്ബിർ, അഹങ്കാരി, ഇത് അല്ലാഹുവിന്റെ ഒരു വിശേഷണമാണ്. വഹുവൽ അസീസുൽ ഹകീം, അല്ലാഹു പ്രതാപശാലിയാണ്, അവൻ തന്ത്രജ്ഞനാണ്, തന്ത്രജ്ഞനാണ്. അല്ലാഹുവിന്റെ നാമങ്ങൾ എത്രയോ നാമങ്ങൾ, 99 നാമങ്ങളുണ്ട്. ഇതിപ്പോ സൂറത്തുൽ ഹശ്റാണ് ഈ ഓതിയത്. സൂറത്തുൽ ബുറൂജിന്റെ അവസാനത്തിൽ കാണാം വഹുവൽ ഗഫൂറുൽ വദൂദ് വഹുവൽ ഗഫൂറുൽ വദൂദ് ദുൽ അർശിൽ മജീദ് ഫഅാലുൻ ലിമാ യുരീദ്. അല്ലാഹു ഗഫൂറാണ്, അവന് പാപം പുറത്തു കൊടുക്കുന്നവനാണ്. അൽ വദൂദാണ്, അവൻ സൃഷ്ടികളോട് വല്ലാതെ ഇഷ്ടം വെക്കുന്നവനുമത്രേ. അല്ലാഹുവിന്റെ നാമങ്ങൾ ഇങ്ങനെ 99 മഹത്തായ നാമങ്ങൾ അല്ലാഹുവിനുണ്ട്. റഹ്മാൻ റഹീം എന്ന നാമം ഉൾപ്പെടെ അല്ലാഹുവിന് എത്ര നാമങ്ങളുണ്ട്? 99 നാമങ്ങൾ അറിയപ്പെട്ടതുണ്ട്. ശ്രദ്ധിക്കണേ, അറിയപ്പെട്ട നാമങ്ങൾ. ഒന്നും വിശദീകരിക്കാൻ സമയമില്ല. അള്ളാഹുവിന് 4000 നാമങ്ങളുണ്ട്. അതിൽ ഇത്ര 1000 നാമങ്ങൾ ഇന്ന സ്ഥലത്ത്, 1000 നാമങ്ങൾ ഇന്ന സ്ഥലത്ത്, 1000 നാമങ്ങൾ ഇന്ന സ്ഥലത്ത് എന്നൊക്കെ പറഞ്ഞ് വിശദീകരിക്കുന്ന ഹദീസുണ്ട്. സമയമില്ല. നമുക്ക് പറയേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ ഓടിച്ചു പോകുന്നത്.
അത് കാരുണ്യം വിശുദ്ധ ഇസ്ലാമിൽ എന്ന് പറഞ്ഞ് വിനീതന്റെ പ്രഭാഷണം യൂട്യൂബിലുണ്ട്, നിങ്ങളൊന്ന് കേൾക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതിൽ ഇത് കൂടുതലായി പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള 99 നാമങ്ങൾ ഉണ്ടായിരിക്കെ അവൻ തിരഞ്ഞെടുത്ത പദം ഏതാണ്? റഹ്മാൻ റഹീം എന്നുള്ളതാകുന്ന 2 വസുഫുകളെ മാത്രമാണ് അവനെ പരിചയപ്പെടുത്താൻ വേണ്ടി അള്ളാഹു ഉപയോഗിച്ചത്. ഗഫൂർ എന്ന പദത്തെ അള്ളാഹു കൊണ്ടുവന്നില്ല, വദൂദ് എന്ന പദത്തെ അള്ളാഹു കൊണ്ടുവന്നില്ല. റഹ്മാൻ എന്ന് പറഞ്ഞു. തൊട്ടടുത്ത പദം റഹീം എന്ന പദത്തിന് പകരം അള്ളാഹുവിന് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും 97 നാമങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു നാമം വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. പക്ഷെ അള്ളാഹു കൊടുത്തത് ഏത് പദമാണ്? റഹീം എന്ന പദം തന്നെയാണ്. അഥവാ അള്ളാഹു ഈ ലോകത്തിന് വിഭാവനം ചെയ്യുന്നത് കരുണയാണ് എന്നുള്ളത് വിശ്വാസികളുടെ മനസ്സിൽ രൂഢമൂലമാക്കുകയാണ്. ഫാത്തിഹ സൂറത്ത് അങ്ങനെ തുടങ്ങി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം അർറഹ്മാനിർ റഹീം. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല 3-ാമത്തെ ആയത്തിലും കൊണ്ടുവരുന്നത് അർ റഹ്മാനി അർ റഹീം എന്ന പദമാണ്. വളരെ ശ്രദ്ധിക്കണേ. എന്താണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ? ഖുർആനിനെ കുറിച്ച് ഇമാം താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാ ജംഉൽ ജവാമിൽ രേഖപ്പെടുത്തിയത് ഖുർആൻ മൂജസായ കലാം എന്നാണ്. മൂജസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വാക്ക് വിശാലമാകുന്ന അർത്ഥത്തിലേക്ക് കൊണ്ടുപോകുന്നത്. കുറഞ്ഞ വാക്കേ ഉള്ളൂ, ആവശ്യമില്ലാത്ത തക്കറാറ് കറാത്തില്ല, ആവർത്തനം അതിലില്ല. അങ്ങനത്തെ വിശുദ്ധമായ ഖുർആനിൽ പിന്നെന്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അർ റഹ്മാനിർ റഹീം എന്ന പദത്തെ വീണ്ടും ആവർത്തിച്ചതെന്തിനാണ്? ഉലമാക്കൾ പഠിപ്പിക്കുന്നു, അത് ആവർത്തനമല്ല, മറിച്ച് അള്ളാഹു കരുണാമയനും കരുണാവാരിധിയുമാണെന്ന് ജനസഹസ്രങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു ഉറപ്പിക്കുകയാണ്, അടിത്തട്ട് പാകുകയാണ്. قال رسول الله صلى الله عليه وسلم إن لله اسم إلا واحدا فمن أحصاها دخل الجنة. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ്, അള്ളാഹുവിന് 99 മഹത്തായ നാമങ്ങളുണ്ടത്രേ. ആ 99 നാമങ്ങളെ ആരൊരുവൻ മനഃപ്പാഠമാക്കുന്നുണ്ടോ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ സദസ്സിന്റെ തുടക്കത്തിൽ ആദ്യമായി അഴീക്കോട് ചട്ടിയിലുള്ള സഹോദരങ്ങളോട് പറയുന്നു, അടുത്ത വർഷം വരുമ്പോൾ ഒരാളും ഉണ്ടാവരുത് അള്ളാഹുവിന്റെ 99 നാമങ്ങൾ പഠിക്കാത്തവരായി. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് പറയും. അള്ളാഹുവിന്റെ 99 നാമങ്ങൾ. എത്രയോ സിനിമാ നടന്മാരുടെ നടിമാരുടെ പേരുകൾ പഠിച്ചവരാണ് നമ്മൾ. അഴീക്കോട് ജട്ടിയിൽ എൻ്റെ പ്രഭാഷണം ശ്രവിക്കുന്ന സഹോദര സഹോദരിമാരുടെ ചുണ്ടിൽ ഇനി ഉണ്ടാവേണ്ടത് റഹ്മാനായ റഹീമാകുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ 99 നാമങ്ങളാണ്. യാ അല്ലാഹു യാ റഹ്മാൻ യാ റഹീം യാ മലിക് യാ ഖുദ്ദൂസ് യാ സലാം യാ മുഅ്മിൻ യാ മുഹൈമിൻ യാ അസീസ് യാ ജബ്ബാർ യാ മുതകബ്ബിർ യാ ഖാലിഖ് യാ ബാരിഉ യാ മുസവ്വിർ യാ ഗഫാർ യാ ഖഹാർ യാ വഹാബ് യാ റസാഖ് യാ ഫത്താഹ് യാ അലീം യാ ഖാബിദ് യാ ബാസിത് യാ ഖാഫിദ് യാ റാഫിഉ യാ മുഇസ് യാ മുദിൽ യാ സമീഉ യാ ബസീർ യാ ഹകം യാ അദ്ൽ യാ ലതീഫ് യാ ഖബീർ യാ ഹലീം യാ അലീം യാ ഗഫൂർ യാ ശകൂർ യാ അലി യാ കബീർ യാ ഹഫീദ് യാ മുഖീത് യാ ഹസീബ് യാ ജലീൽ യാ കരീം യാ റഖീബ് യാ വാസിഉ യാ ഹകം യാ വദൂദ് യാ മജീദ് യാ ബാഇസ് യാ ഷഹീദ് യാ ഹഖ് യാ വഖീൽ യാ ഖവി യാ മതീൻ യാ വലി യാ ഹമീദ് യാ മുഹ്സി യാ മുബ്ദിഉ യാ മുഈദ് യാ മുഹീ യാ മുമീത് യാ ഹയ്യു യാ ഖയ്യൂം യാ വാജിദു യാ മാജിദു യാ വാഹിദു യാ അഹദു യാ സമദു യാ ഖാദിറു യാ മുഖ്തദിറു യാ മുഖദ്ദമു യാ മുഅഖറു യാ അവ്വലു യാ ളാഹിറു യാ ബാത്തിനു യാ വാലി യാ മുതആലി യാ ബർറു യാ തവ്വാബു യാ മുൻതഖിമു യാ അഫൂ യാ റഊഫ് യാ മാലികൽ മുൽക്ക് യാ ദൽ ജലാലി വൽ ഇക്റാം യാ മുഖ്സിത് യാ ജാമിഉ യാ ഗനിയു യാ മുഗ്നി യാ മാനിഉ യാ ളാറു യാ നാഫിഉ യാ നൂറു യാ ഹാദി യാ ബദീഉ യാ ബാഖി യാ വാരിസു യാ സബൂർ ജല്ല ജലാലഹു. റബ്ബിന്റെ നാമങ്ങൾ 99 നാമങ്ങൾ. അങ്ങനെ ഓരോന്നോരോന്നായി വിളിച്ചുകൊണ്ട് ദുആ ചെയ്താൽ ഇജാബത്താണ്, ദുആയിന് ഉത്തരം കിട്ടും തീർച്ചയാണ്. ഇതാര് പറഞ്ഞു? പരിശുദ്ധ ഖുർആൻ തന്നെ ഓതിക്കൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
പരിശുദ്ധ ഖുർആൻ ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദഊഹു ബിഹാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആൻ ഓതിക്കൊണ്ട് പ്രവാചകൻ പറയുകയാണ്, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ടത്രേ, മഹത്തായ നാമങ്ങളുണ്ടത്രേ. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദഊഹു ബിഹാ. മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, ആ 99 നാമങ്ങൾ വെച്ചുകൊണ്ട് ദുആ ചെയ്യണേ, പ്രാർത്ഥിക്കണേ. ഇജാബത്താണ്, ഇജാബത്താണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. തീർച്ചയായും ഉത്തരം കിട്ടും, തീർച്ചയായും ഉത്തരം കിട്ടും. എന്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകുന്നില്ലല്ലോ അല്ലാ എന്ന് പറഞ്ഞ് നീ ഖേദിക്കണ്ട പെണ്ണെ. അള്ളാഹുവിന്റെ 99 നാമങ്ങൾ അസ്മാഉൽ ഹുസ്ന അങ്ങനെ ചൊല്ലി. വലിയ വലിയ ആലിമീങ്ങൾ, എൻ്റെ വല്ലുപ്പ ശൈഖുന തഴവ ഉസ്താദ് അടക്കം സുബഹി നമസ്കരിച്ചിട്ട് 11 പ്രാവശ്യം അനക്കമടങ്ങി അങ്ങനെ ഇരുന്നിട്ട് ദിക്റും ഔറാദും ദുആയൊക്കെ കഴിഞ്ഞിട്ട് അസ്മാഉൽ ഹുസ്ന 11 പ്രാവശ്യം ഓതിയിട്ടായിരുന്നു അവിടുന്ന് ഒന്ന് വലത്തോട്ടൊന്ന് തിരിഞ്ഞിരുന്നത്. അത്രത്തോളം അവർ ശ്രദ്ധിച്ചിരുന്നു. സുബഹി നമസ്കരിച്ചിട്ട് കഴിഞ്ഞ വർഷം ഞാൻ സുബഹിയുടെ സുന്നത്ത് നമസ്കാരത്തിന്റെ ഔറാദുകളും കാര്യങ്ങളും പറഞ്ഞു. അൽഹംദുലില്ലാ, 10,000-കണക്കിന് ആളുകളാണ് ഇന്നത് അമൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഇന്നിതാ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നു, സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് 11 പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന്റെ 99 നാമങ്ങൾ അങ്ങനെ ഉരുവിടുക. എന്നിട്ട് ചോദിക്കുക, നിങ്ങളുടെ ചോദ്യം ഉറപ്പായിട്ടും അള്ളാഹു എന്ത് നിയ്യത്തുകളാണോ അതെല്ലാം തന്നെ ഹാസിലാക്കി തരും. ചോദ്യം തട്ടൂല. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിനെന്ത് വേണം? ഈ 99 നാമങ്ങൾ മനഃപ്പാഠമാക്കണം. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, മനഃപ്പാഠമാക്കിയാൽ സ്വർഗ്ഗത്തിലാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ഇന്നലില്ലാഹി ഇസ്മുമിആ ഇല്ലാ വാഹിദാ. അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട് സാബാ. ഫമൻ അഹ്സാഹാ ദഖലൽ ജന്ന. ആരൊരുവൻ 99 നാമങ്ങളെ മനഃപ്പാഠമാക്കുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ, അവന് സ്വർഗ്ഗമാണ്, സ്വർഗ്ഗമാണ്. ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് പഠിക്കൂലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. ലമ്മാ ഖലഖല്ലാഹുൽ ഖൽഖ കതബ ഫിൽ ലൗഹിൽ മഹ്ഫൂസ് ഇന്ന റഹ്മതി തഗ്ലിബു ഗളബി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പ്രിയപ്പെട്ട അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹാബാ സഹാബാ ലമ്മാ ഖലഖല്ലാഹുൽ ഖൽഖ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ സൃഷ്ടിച്ചതിന് ശേഷം കതബ ഫിൽ ലൗഹിൽ മഹ്ഫൂസ്, ലൗഹുൽ മഹ്ഫൂസിൽ അവനെ രേഖപ്പെടുത്തിയത്രേ, എഴുതിയത്രേ. മലക്കുകൾ മുഖേന ഇതാ ലൗഹുൽ മഹ്ഫൂസിൽ എഴുതുകയാണ്, ഇന്ന റഹ്മതി തഗ്ലിബു ഗളബി. എന്റെ കാരുണ്യം എന്റെ കോപത്തേക്കാൾ മികക്കുന്നതാണ്, എന്റെ കോപത്തേക്കാൾ മുന്നിട്ട് നിൽക്കുന്നതാണ് എന്റെ കാരുണ്യമെന്ന് അല്ലാഹു ലൗഹുൽ മഹ്ഫൂസിൽ എഴുതിയെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അല്ലാഹു ആരാണെന്നുള്ളത് ഇതോടുകൂടി നമ്മൾ പഠിച്ചു. അല്ലാഹു ആരാണ്? റഹ്മാനും റഹീമുമാണ്, കരുണാവാരിധിയും കരുണാമയനുമാണ്. ഇനി അവന്റെ ഹബീബ് ആരാണെന്ന് പഠിക്കാൻ ഇവിടുന്നാണ് നമ്മുടെ വിഷയം പോകുന്നത്. അവന്റെ ഹബീബ് ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി. ആ മുഹമ്മദ് നബി ആരാണ്? എന്താണ് ആ നബിക്കുള്ള ശ്രേഷ്ഠത? എന്താ? ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നു. നബി എന്താണ് ഈ ലോകത്തിന് വിഭാവനം ചെയ്യുന്നത്? അല്ലാഹു തന്നെ പറയട്ടെ, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. നബിയേ, നബിയേ, തങ്ങളെ ഈ ലോകത്തിന്റെ നെറുകയിലേക്ക് നാം നിയോഗിച്ചത് കാരുണ്യമായിട്ടാണ്, കാരുണ്യമായിട്ടാണ്. കാരുണ്യത്തിന്റെ തിരുദൂതരായിട്ടല്ലാതെ തങ്ങളെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ.
അപ്പൊ അല്ലാഹു റഹ്മാനും റഹീമുമാണ്, അവന്റെ ഹബീബോ റഹ്മത്തുല്ലിൽ ആലമീനാണ്. ശ്രദ്ധിക്കണം, റഹ്മത്തുല്ലിൽ ആലമീൻ. ആലമീൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ലോകർക്ക് മുഴുവനും കാരുണ്യം. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു ആരാണ്? അല്ലാഹു ആരാണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സർവലോക സംരക്ഷകനാണ്, സർവാധിപതിയാണ്, സർവലോക സൃഷ്ടിപ്പിന് സംഹാര കർത്താവാ. റബ്ബുൽ ആലമീനാണ്, റബ്ബുൽ ആലമീനാണ്. ഈ ലോകർക്ക് മുഴുവനും സംരക്ഷിക്കുന്നവനാണ്. ലോകത്തിലുള്ള സർവരുടെയും തമ്പുരാനാണ്, തമ്പുരാനാ. അവന്റെ ഹബീബോ റഹ്മത്തുല്ലിൽ ആലമീൻ. ലോകർക്ക് മുഴുവനും കാരുണ്യം വിഭാവനം ചെയ്യുന്ന നബിയാ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ആലമീൻ, ഹബീബ് റഹ്മത്തുല്ലിൽ ആലമീൻ. അല്ലാഹു ആരാണ്? റബ്ബുൽ ആലമീൻ, സർവ്വലോക പരിപാലകൻ. ആര്? അല്ലാഹു. അതേ പദം മുഹമ്മദ് നബി ആരാണ്? റഹ്മത്തുല്ലിൽ ആലമീൻ, ലോകരുടെ മുഴുവനും കാരുണ്യം. ലോകത്തേക്ക് മുഴുവനുമായിട്ടാണ് ആരെ നിയോഗിച്ചത്? മുഹമ്മദ് നബി അല്ലാഹു അയച്ചിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കിയുള്ള 1,23,999 അംബിയാ മുർസലുകളെ എടുത്തു പരിശോധിച്ചാലും അവരെ ആരെയും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ നെറുകയിലേക്ക്, ലോകത്തേക്ക് മുഴുവനുമായിട്ടും അല്ലാഹു അയച്ചിട്ടില്ല. വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഞാൻ കുറച്ച് മുഖദ്ദിമ പറയാണ് നബിയെ കുറിച്ച്. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നബിയുടെ മദ്ഹുകൾ പറയാം. നബി ആരാണെന്നുള്ള ആദ്യം പഠിക്കണം. കുറച്ച് ബുദ്ധിപരമായി ചിന്ത ഉൾക്കൊള്ളുന്നവർക്കാണ് ഇത് പഠനം ഉൾക്കൊള്ളുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. നല്ലതുപോലെ ശ്രദ്ധിച്ചിരിക്കണം, ശ്രദ്ധിച്ചിരിക്കണം. അല്ലാഹു ആരാണെന്ന് പഠിച്ചു? റബ്ബുൽ ആലമീനാൻ, സർവ്വലോക പരിപാലകനാൻ. അവന്റെ ഹബീബാരാണ്? റഹ്മത്തുല്ലിൽ ആലമീനാൻ, ലോകർക്ക് മുഴുവനും കാരുണ്യം വിഭാവനം ചെയ്യുന്ന വ്യക്തിത്വമാണ് ആര്? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയല്ലേ? അങ്ങനെയാണ്. എന്നാൽ ഇനി നമ്മൾ പഠിക്കേണ്ട പാഠം, ആ ഹബീബാകുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രമായിട്ടാണ് ലോകത്തേക്ക് മുഴുവനും പ്രബോധനവുമായിട്ട് അയച്ചിട്ടുള്ളത്. അതിനു മുമ്പ് വന്നിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാർ, അതിൽ 312 മുർസലീങ്ങളടക്കം 1,23,999 അംബിയാ മുർസലുകളെയും അല്ലാഹു നിയോഗിച്ചിട്ടുള്ളത് എവിടേക്കാണ്? കേവലം ഒരു ഗോത്രത്തിലേക്ക്, കേവലം ഒരു പട്ടണത്തിലേക്ക്, കേവലം ഒരു ഗ്രാമത്തിലേക്ക് മാത്രമാണ്. ഒരു വൻകരയിലേക്ക് പോലും ഒരു പ്രവാചകൻ അല്ലാഹു നിയോഗിച്ചിട്ടില്ല. ഖുർആൻ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഖുർആൻ നമ്മൾ പഠിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു ഖുർആനിക വായനയാണ് ഇന്നത്തെ ദിവസം, ഖുർആനിക ഒരു ചിന്തയാണ് ഇന്നത്തെ ദിവസം പോകുന്നത്. ശ്രദ്ധിക്കും. മുഹമ്മദ് നബി ആരാണ്? ശ്രദ്ധിച്ചോണം. ഓരോരോ പ്രവാചകന്മാരെ ഞാൻ എണ്ണി 1-2 ആളുകളെ പറയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇലാ ആദിൻ അഖാഹും ഹൂദാ വഇലാ സമൂദ അഖാഹും സാലിഹാ وإلى مدين أخاهم شعيبا. പരിശുദ്ധ ഖുർആൻ ഓരോരോ പ്രവാചകന്മാരെ പറയാം. 3 പ്രവാചകരാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് ശ്രദ്ധിക്കും. ഹൂദ് നബി അലൈഹിസ്സലാം. ഉറക്കെ പറയും. ഒരു പ്രവാചകർക്കിടയിൽ നമുക്കെന്തില്ല? വിവേചനം പാടില്ല. മുഹമ്മദ് നബിയുടെ പേര് കേൾക്കുമ്പോൾ മാത്രം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് മറ്റുള്ള പ്രവാചകരെ കേൾക്കുമ്പോൾ മിണ്ടായിരിക്കുക. അത് നമ്മുടെ സമുദായത്തിന്റെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. കാരണം അത് നമ്മൾ നേരത്തെ തന്നെ അതിനൊരു കരാറിട്ടിട്ടുണ്ട്. ആമന റസൂലു അറിയില്ലേ? ആമന റസൂൽ അറിയില്ലേ? അതിന്റെ അർത്ഥം പഠിക്കാത്തതുകൊണ്ടാണ് നമ്മളത് ഉറക്കെ പറയാത്തത്. എന്താണ് ആമന റസൂലു? آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله. ശുദ്ധ ഖുർആൻ. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി. പ്രവാചകന്മാർക്കിടയിൽ വേർതിരിവിന്റെ പരിപാടിയില്ല. ശുദ്ധ ഖുർആൻ. അതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ആമന റസൂലി ഓതിയിട്ട് കാര്യമില്ല. അതിന്റെ അർത്ഥം പഠിക്കണം.
അതുകൊണ്ട് എന്ത് പറഞ്ഞില്ല. പിന്നെന്താ ഉസ്താദെ നമ്മൾ മുഹമ്മദ് നബി ഇത്ര വർണ്ണിക്കുന്നത്? അത് സൂറത്തിൽ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. തിൽക റുസുലു ഫളൽനാ ബഅദഹും അലാ ബഅദ്. ചില പ്രവാചകന്മാരെ മറ്റു പ്രവാചകന്മാരെക്കാൾ അള്ളാഹു ദറജ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അവരെ പൊക്കി പറയും. അത് പറയാൻ നമ്മളോട് പറഞ്ഞ വസ്തുതയാണ്. പക്ഷെ പ്രവാചകന്മാരുടെ പേര് ഉണ്ടായിരിക്കാൻ പാടുണ്ടോ? അത് പാടില്ല. ഉറക്കെ നമ്മൾ ചെല്ലണം. ഹൂദ് അലൈഹിസ്സലാം, ഹൂദ് നബി അലൈഹിസ്സലാം വലിയ പ്രവാചകനാണ്, വലിയ പ്രവാചകനാണ്. അദ്ദേഹത്തെ എവിടേക്ക് മാത്രമാണ് അള്ളാഹു അയച്ചത്? എവിടേക്ക് മാത്രമാണ്? വഇലാ ആദിൻ അഖാഹും ഹൂദാ. ഹൂദ് നബി അലൈഹിസ്സലാമിനെ നാം നിയോഗിച്ചത് ആദ് ഗോത്രത്തിലേക്ക് മാത്രമാണ്. ആദ് ഒരു ഗോത്രത്തിന്റെ പേരാണ്. ആ ഒരു ഗോത്രത്തിലേക്ക് മാത്രമായിട്ടാണ് ആരയച്ചത്? ഹൂദ് നബി അലൈഹി സ്വലാമിനെ അയച്ചത്. ശ്രദ്ധിക്കണം, നിങ്ങളെ ഈ സദസ്സിൽ നിന്ന് പഠിപ്പിച്ചങ്ങ് വിടുകയാണ്. നബി ആരാണെന്ന്, മുഹമ്മദ് നബി ആരാണെന്ന് പഠിപ്പിച്ചു വിടുകയാണ്. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എവിടേക്ക് മാത്രം അയച്ചത്? ആദ് എന്ന് പറയുന്ന ഒരു ഗോത്രം, ഒരു ഗോത്രത്തിന്റെ പേരാണ് ആദ്. ആ ഗോത്രത്തിലേക്ക് മാത്രമായിട്ടാണ് പ്രബോധനത്തിന് വേണ്ടി ആരയച്ചത്? ഹൂദ് നബി അലൈഹി സ്വലാമിനെ അയച്ചത്. ഇതാര് പറഞ്ഞു ഉസ്താദെ? ഖുർആനിലുണ്ട്. ഖുർആൻ ഓതിയാൽ മതി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആരാണ് ഹൂദ് നബി അലൈഹി സ്വലാം? ഹൂദ് നബി അലൈഹി സ്വലാം ആള് നിസ്സാരക്കാരനല്ല. പരിശുദ്ധമായ ഖുർആനിലെ 114 സൂക്തങ്ങളിലെ ഒരു സൂറത്തിന്റെ പേര് സൂറത്ത് ഹൂദ് എന്നാണ്. എന്താണ് അതിന്റെ പേര്? സൂറത്ത് ഹൂദ്. 1,24,000 പ്രവാചകന്മാർ, അതിൽ 313 മുർസലീങ്ങളാണ് ഉള്ളത്. അതിൽ തന്നെ 25 പേരുടെ പേരെ വിശുദ്ധമായ ഖുർആനിൽ തന്നെ നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. അതിലൊരു പ്രവാചകന്റെ പേരുമാണെന്ത്? ഹൂദ് അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ പേരിൽ 114 സൂക്തങ്ങളിൽ മുഹമ്മദ് നബിക്ക് അവതരിപ്പിച്ചതാകുന്ന വിശുദ്ധമായ ഖുർആനിലെ 114 സൂക്തങ്ങളിലെ ഒരു സൂറത്തിന്റെ പേര് കൊണ്ട് അള്ളാഹു കൊടുത്തത് അദ്ദേഹത്തിന്റെ പേരാണ് സൂറത്ത് ഹൂദ്. മറ്റു ചില പ്രവാചകർക്ക് കൊടുത്തിട്ടുണ്ട്. സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് യൂസുഫ്, മഹിളകൾക്കും കൊടുത്തിട്ടുണ്ട്. സൂറത്ത് മറിയം. ഇതൊക്കെ നമ്മൾ ഓതണം, നമ്മൾ പഠിക്കണം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള സൂറത്ത് യൂസുഫ് പഠിക്കുമ്പോഴേ ഒരു കുടുംബത്തെ കുറിച്ചുള്ള പശ്ചാത്തലം മനസ്സിലാകൂ. നിന്റെ സഹോദരങ്ങൾ വഞ്ചിച്ചേക്കാം, അവർ നിന്നോട് അസൂയ വെച്ചേക്കാം, പകയും വിദ്വേഷവും ഉണ്ടായേക്കാം. ഒരു കുടുംബം എങ്ങനെ കൊണ്ടുപോകണം, ഒരു കുടുംബം എങ്ങനെയാകും എന്നതിലേക്കൊക്കെയുള്ള ഒരു സൂചികയാണ് സൂറത്ത് യൂസുഫ് നമ്മളോട് വിളിച്ചോതുന്നത്. അതിൻ്റെ അർത്ഥതലങ്ങൾ ചിന്തിക്കണം. യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഏതായിരുന്നാലും ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ അവതരിച്ചു. ആരുടെ പേരിൽ? ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ പേരിൽ. പക്ഷേ അദ്ദേഹത്തെ അള്ളാഹു നിയോഗിച്ചത് എവിടേക്ക് മാത്രം? എവിടേക്ക് മാത്രം? ആദ് എന്ന് പറയുന്ന ഒരു ഗോത്രത്തിലേക്ക് മാത്രമായിട്ടാണ്. ഒരു പട്ടണത്തിലേക്കോ ഒരു സമൂഹത്തിലേക്കോ മാത്രമല്ല, അല്ലെങ്കിൽ ലോകത്തിലെ ഒരു വലിയ വൻകരയിലേക്ക് മാത്രമല്ല അള്ളാഹുവിന്റെ റസൂലിനെ അയച്ചത്. ലോകം മുഴുവനും ഒട്ടാകെ ആയിട്ടാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്. നബിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയം ആദ്യമായിട്ട് ഇതാണ്. നബി സാധാരണക്കാരനല്ല എന്നതിലേക്കുള്ള ഒരു സൂചികയാണിത്. ആ പ്രവാചകന് മുമ്പോ ശേഷം പ്രവാചകരില്ല. മുമ്പുള്ള ഒരാളെപ്പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിലേക്ക് മുഴുവനായിട്ട് പോയിട്ട് ഒരു വൻകരയിലേക്ക് പോലും അല്ലാഹു അയച്ചിട്ടില്ല. അടുത്ത പ്രവാചകൻ 1-2 പേരെ പറയുള്ളൂ, സമയമില്ലാത്തതുകൊണ്ട്. ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? ഖുർആനിൽ തപ്പിയെടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. വഇലാ സമൂദ അഖാഹും സാലിഹാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, സമൂദ് ഗോത്രത്തിലേക്ക് മാത്രമാ സാലിഹ് നബിയെ നാം നിയോഗിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ. സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയച്ചത് എവിടേക്ക് മാത്രം? സമൂദ് എന്ന് പറയുന്ന ഗോത്രത്തിലേക്ക് മാത്രം. ഗോത്രമാണ്, ഒരു ഗോത്രത്തിന്റെ പേരാണ്. ആ ഒരു ഗോത്രത്തിലേക്ക് മാത്രമായിട്ടാണ് പോയി പ്രബോധനം നടത്തുമെന്ന് പറഞ്ഞ് ആരയച്ചത്? ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹി ഇസ്ലാമിനെ അയച്ചത്. സാലിഹ് നബി ആരാ? അല്ലാഹ്. സാലിഹ് നബി വലിയൊരു സംഭവമല്ലേ? അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ കുറിച്ചല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നഖത്തല്ലാഹ്, അല്ലാഹുവിന്റെ ഒട്ടകം എന്ന് പറഞ്ഞത്. വളരെ ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കണം. ലോകത്തൊരുപാട് ഒട്ടകങ്ങളുണ്ട്. അള്ളാന്റെ റസൂലിനും ഉണ്ടായിരുന്നു ഒട്ടകം, ഇന്നുമുണ്ട് ഒട്ടകം. നബിതങ്ങളുടെ ഒട്ടകത്തിന്റെ പേര് ഒളബാ എന്ന ഒട്ടകമായിരുന്നു. എന്താണ് നബിയുടെ ഒട്ടകത്തിന്റെ പേര്? ഒളബാ. നബിയുടെ ഒട്ടകത്തിന്റെ പേരാണ്. നമുക്കുണ്ടാവുമല്ലോ വണ്ടി, അല്ലേ? വാഹനം ഉണ്ടാവും. പേരെന്തായിരിക്കും? BMW, അല്ലേ?
മെഴ്സിഡസ് ബെൻസ്, അല്ലെങ്കിൽ ഇന്നോവ, ഇങ്ങനെ ഓരോ വണ്ടികളുണ്ടാവും. അല്ലെങ്കിൽ ആൾട്ടോ ഉണ്ടാവും, 800 ഉണ്ടാവും, സൈക്കിൾ ഉണ്ടാവും, ഇങ്ങനെ ഓരോരോ പേര്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഒരു ഒട്ടകത്തിൻ്റെ പേര്, നബി നിങ്ങളുടെ വാഹനത്തിൻ്റെ പേരെന്താണ്? ഓലബാ എന്നായിരുന്നു. ബുറാക്കല്ല, അതിനെക്കുറിച്ചല്ല, നബി ഭൂമിയിൽ ഓടിച്ചു നടന്ന വാഹനത്തെക്കുറിച്ചായി പറഞ്ഞു. ഓലബാ ഒരൊട്ടകത്തിൻ്റെ പേര്. അപ്പൊ അന്നും ഇന്നും എന്നും ഒട്ടകമുണ്ട്. പക്ഷേ പരിശുദ്ധമായ ഖുർആനിൽ നാഖത്തല്ലാ എന്ന് പറഞ്ഞത് ആരുടെ ഒട്ടകത്തെ കുറിച്ച് മാത്രമേ ഉള്ളൂ? ആരുടെ ഒട്ടകമാണ്? സാലിഹ് നബിയുടെ ഒട്ടകമാണ്. നാഖത്തല്ലാഹി വസുഖിയാഹാ فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ ഒട്ടകത്തെ സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായം അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നുകൊണ്ട് പറയുകയാണ്, നിന്നെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ, നീ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞങ്ങൾ ഇതാ വിശ്വസിക്കണമെങ്കിൽ, സാലിഹേ സാലിഹേ, ആ കാണുന്നതായ പർവ്വതത്തിനിടയിൽ നിന്ന് നീ ഒട്ടകത്തെ പുറപ്പെടുവിക്കണേ. ആ ഒട്ടകത്തിന്റെ പാല് ഞങ്ങൾക്ക് കുടിക്കാനും കഴിയണേ എന്ന് പറഞ്ഞപ്പോ സാലിഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹു അപാരമായ മുഅ്ജിസത്ത് കൊടുക്കുകയാണ്, അമാനുഷികമാകുന്ന ശക്തി കൊടുക്കുകയാ. തന്റെ ചൂണ്ടുവിരലിന് ഉയർത്തിയപ്പോ അതാ പാറക്കെട്ടിനിടയിൽ നിന്ന് ഒരു സുന്ദരിയാകുന്ന ഒട്ടകത്തെ അല്ലാഹു പുറപ്പെടുവിക്കുകയാണ്. വിരൽ ചൂണ്ടിയിട്ട് ഒട്ടകത്തെ പുറപ്പെടുവിച്ചു. എവിടെ നിന്ന്? പാറക്കെട്ടിനിടയിൽ നിന്ന്. ആര്? സാലിഹ് നബി അലൈഹിസ്സലാം. ഇങ്ങനെയൊക്കെ ചരിത്രമുണ്ട് ഉസ്താദേ? ഉണ്ട്, ഖുർആനിലുണ്ട്. സൂറത്തു ശംസ്. നമ്മൾ ഖുർആൻ പഠിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഖുർആൻ പറഞ്ഞ കഥകൾ എന്ന് പറഞ്ഞൊരു വിഷയം തന്നെ പറയുകയാണെങ്കിൽ 10 ദിവസം കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞ് വേണം. കാരണം അത്രത്തോളം ചരിത്രങ്ങളുണ്ട് ഖുർആനിൽ. നമ്മൾ പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതൊക്കെ പഠിക്കേണ്ടത്. അല്ലാതെ നമ്മൾ സിനിമാ നടന്മാരുടെ, നടിമാരുടെ, അവരുടെ ചരിത്രം, ഇവരുടെ ചരിത്രം, ഇതൊന്നും ഒരു കാര്യമില്ല. ഇതിലൊന്നും ഒരു ഫായിദയില്ല. നമുക്ക് ജീവിതത്തിന് രക്ഷപ്പെടുന്നത് ഖുർആൻ പറഞ്ഞ കുറേ ചരിതങ്ങൾ പഠിക്കുമ്പോഴാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിലൊരു ചരിത്രമാണ് സാലിഹ് നബിയുടെ ഒട്ടകം. ഈ ഒട്ടകത്തെ അല്ലാഹു കൊടുത്തിട്ട് അല്ലാഹു പറയാൻ, അല്ലാഹുവിന്റെ ഒട്ടകമാണ് ഈ ഒട്ടകം. അല്ലാഹു നൽകിയതാ. ഈ ഒട്ടകത്തെ സൂക്ഷിക്കണേ, അതിന്റെ കുടിനീരും ശ്രദ്ധിക്കണേ. ഈ ഒട്ടകത്തെ നിങ്ങൾ കൊന്നു കളയരുത് എന്ന് പറഞ്ഞപ്പോ അവരിൽ അതാ ഒരാൾ കടന്നു വരുകയാണ്. ഒട്ടകത്തെ നിഷ്ഠൂരമായി അറുത്ത് കളയുകയാണ്. അതിനെ നിഷ്ഠൂരമായി കൊന്നുകളയുകയാണ്. ഒട്ടകത്തെ നിഷ്ഠൂരമായി കൊന്നുകളയും. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടു പോയി, യാ റസൂലല്ലാഹ്, മൻ അശ്ഖൽ ഖൗം, ജനങ്ങൾ വെച്ച് ഏറ്റവും പരാജിതനാരാണ്? ഏറ്റവും വലിയ ഗുണ്ടയാരാണ്? ഏറ്റവും വലിയ ഗുണ്ടയുടെ പേര് ഈ സദസ്സിലൂടെ പഠിക്കാൻ. ഏറ്റവും വലിയൊരു ഗുണ്ട പേര് പഠിക്കണ്ടേ സനൂപേ? ഏറ്റവും വലിയൊരു ഗുണ്ടയുടെ പേര് എന്താണ്? അള്ളാഹിന്റെ റസൂല് പറയാണ്. ഉടനെ നബിയോട് ചോദിച്ചു, മൻ അശ്ഖൽ ഖൗമി യാ റസൂലല്ലാഹ്, ജനങ്ങളിൽ ഏറ്റവും വലിയ പരാജിതൻ, ഏറ്റവും വലിയ ഗുണ്ടയാരാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖുദാർ ഇബ്നു സാരിഫ്, ഖുദാറാൻ അല്ലദീ ഹഖറ നാഖത്തല്ലാഹ്. സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തിന് അല്ലാഹു കൊടുത്തതായ ഒട്ടകത്തെ കൊന്നുകളഞ്ഞതായ ഖുദാറാണ് ഏറ്റവും വലിയ ഗുണ്ടയെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞ പിന്നെ അപ്പീലില്ല. നബി പേര് വെച്ച പിന്നെ പേര് വെച്ചതാണ്.
അബ്ദുള്ള എന്ന് പറയുന്ന ഒരു സഹാബി വര്യൻ എപ്പോഴും പൂച്ചയെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. ഒരു കുഞ്ഞു പൂച്ചയെ തോളത്തിട്ടുകൊണ്ട് എപ്പോഴും നടക്കും. എവിടെ വന്നാലും അദ്ദേഹത്തിന്റെ കൈകളിൽ ആ പൂച്ചയുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തെ വിളിച്ചു അബൂ ഹുറൈറ, യാ അബാ ഹുറൈറ എന്ന് വിളിച്ചു. ഹിറത്ത് എന്ന് പറഞ്ഞാൽ പൂച്ച, ഹുറൈറ എന്ന് പറഞ്ഞാൽ കുഞ്ഞു പൂച്ച. യാ അബാ ഹുറൈറ, അല്ലയോ കുഞ്ഞു പൂച്ചയുടെ പിതാവേ. പിന്നെ അദ്ദേഹത്തിന് ആ പേരിൽ അറിയപ്പെട്ടു. അബ്ദുള്ള എന്ന പേര് തന്നെ ഇല്ലാതായി. ഹദീസുകൾ കാണാം, ലക്ഷക്കണക്കിന് ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഏറ്റവും കൂടുതൽ ഹദീസ് നിവേദനം ചെയ്ത വ്യക്തിയാണ് അബൂ ഹുറൈറ. നബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞു, നബിതങ്ങൾ അങ്ങനെ നടന്നു, നബിതങ്ങൾ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ ഹദീസുകൾ പറയുന്ന മഹാനുഭാവനാണ് ആര്? അബ്ദുള്ള റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഒരു ഹദീസ് പോലും അൻ അബ്ദുല്ലാഹി എന്ന് നിവേദനം ചെയ്തിട്ടില്ല. എല്ലാം വന്നിട്ടുള്ളത് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, കുഞ്ഞുപൂച്ചയുടെ പിതാവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, കുഞ്ഞുപൂച്ചയുടെ പിതാവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ആരാണ് ഈ കുഞ്ഞുപൂച്ചയുടെ പിതാവ്? അബ്ദുള്ള എന്ന സ്വഹാബിയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിന് പേര് വീണത്? കുഞ്ഞുപൂച്ചയെ തോളിലെടുത്ത് വെച്ചുകൊണ്ട് എപ്പോഴും നടന്നപ്പോൾ അള്ളാന്റെ റസൂൽ ഓമനിച്ച് വിളിച്ചു അദ്ദേഹത്തെ യാ അബാ ഹുറൈറ, കുഞ്ഞുപൂച്ചയുടെ പിതാവ് എന്ന്. ചരിത്രത്തിൽ ഇന്ന് വരെ ആ പേര് മാറ്റിയിട്ടില്ല. നബി പേര് വിളിച്ചാൽ പിന്നെ അങ്ങനെയാണ്. ഏറ്റവും വലിയ ഗുണ്ട ആരാണ്? ഖുദാർ. പഠിച്ചു വെച്ചോ.